കരുണാനിധിയും ജയലളിതയുമില്ലാത്ത തമിഴ് മണ്ണിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഭരണ തുടർച്ച തേടി സ്റ്റാലിനും ഉദയനിധിയും അണിനിരക്കുമ്പോൾ പ്രതിപക്ഷം അണ്ണാ DMK BJPയുമായി കൈകോർക്കുന്നു. ഏപ്രിൽ 23 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകവുമായി വിജയ് കൂടി എത്തുന്നതോടെ തമിഴകം ഇതുവരെ കാണാത്ത ത്രികോണ മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ചരിത്രത്തിൽ പുതിയ മാറ്റങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് തമിഴ്നാട്. തന്തൈ പെരിയാറും അണ്ണാദുരൈയും കരുണാനിധിയും MGRും ജയലളിതയും നിറഞ്ഞു നിന്ന തമിഴ് മണ്ണിൽ അണ്ണാ DMKയുടെയും DMKയുടെയും തമിഴ് പോരാട്ടങ്ങൾ കിടപിടിച്ചിരുന്ന രാഷ്ട്രീയ പൈതൃകത്തിൽ നിന്നും പുതു അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് തമിഴ്നാട്. ജയലളിത മരിച്ചതോടെ അണ്ണാ DMKയുടെ അവസ്ഥ പരിങ്ങലിലാണ്. NDA സഖ്യവുമായി പളനിസ്വാമി AIADMK മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിലും പനീർസെൽവം പാർട്ടി വിട്ടുപോയതും പാർട്ടിയിലെ ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് മാറിയതും പളനിസ്വാമിക്ക് പാർട്ടിയിൽ പിന്തുണ കുറയുന്നതും അണ്ണാ DMKയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. ആകെയുള്ള 234 സീറ്റുകളിൽ 164 എണ്ണത്തിൽ DMK നേരിട്ട് മത്സരിക്കും. ബാക്കിയുള്ളവ സഖ്യകക്ഷികളായ കോൺഗ്രസിന് 28 സീറ്റുകളിലും DMDKയ്ക്ക് 10 സീറ്റുകളിലും CPIMന് 5 സീറ്റുകളിലും വീതം സീറ്റ് വിഭജനം. സ്റ്റാലിൻ കൊളുത്തൂരും ഉദയനിധി സ്റ്റാലിൻ ചേപ്പോക്കിലുമാണ് മത്സരിക്കുന്നത്. BJPയെയും വിജയിയെയും പ്രതിരോധിക്കാനായി കമലഹാസന്റെ MNM പാർട്ടിയും ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. എടപ്പാടി K പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ അണ്ണാ DMK ഇത്തവണ BJPയുമായി ചേർന്നാണ് മത്സരിക്കുന്നത്. എടപ്പാടി K പളനിസ്വാമി തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അടിത്തറയായ എടപ്പാടി മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണയും മത്സരിക്കുന്നത്. നടൻ വിജയ് തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം ഗംഭീരമാക്കാൻ ഒരുങ്ങുകയാണ്. സഖ്യങ്ങളില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് വിജയുടെ തീരുമാനം. വിജയ് പേരൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നാണ് മത്സരിക്കുന്നത്. BS ബാബുവിനെ പോലുള്ള മുതിർന്ന നേതാക്കളെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വിജയ് തന്റെ മത്സര രംഗത്ത് അണിനിരത്തുന്നുണ്ട്. വിജയകാന്തിന്റെ DMDKയ്ക്ക് ഒപ്പം നിർത്തി സ്റ്റാലിൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ വിജയ് ഫാക്ടർ ആരുടെ വോട്ടുകൾ ചോർത്തുമെന്നത് രാഷ്ട്രീയ ലോകത്തെ ആകാംക്ഷയിലാക്കുന്നു. ഏപ്രിൽ 23 തമിഴ് രാഷ്ട്രീയം വിധിയെഴുതുമ്പോൾ മെയ് 4 പുറത്തുവരുന്ന ഫലം തമിഴ് രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതുമോ എന്ന് കാത്തിരുന്ന് കാണാം. ശ്രീലങ്ക KS, കൈരളി ന്യൂസ്.